ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു മസാല മീൻ ഫ്രൈൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമുക്ക് കണ്ടോക്കട്ടെ എങ്ങനെയുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. ഫ്രൈ പാൻ ചൂടാകുന്ന സമയത്ത് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉണ്ടെങ്കിൽ അതന്നെ ഒഴിക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ ആ ഒരു വെളിച്ചെണ്ണയിൽ. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിയൊക്കെ മൂത്ത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഉണ്ടാകുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടും. ആ ഒരു സമയത്ത് നമുക്കൊരു 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് വളരെ കുനുകുനാന്നരിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി തന്നെ എടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് മൂന്നും കൂടി കൂട്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം. ഇതിങ്ങനെ മൂത്ത് വാടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു എണ്ണയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു മസാലയിൽ നമ്മുടെ ഈ ഒരു ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതിയാകും. ഏകദേശം ഒരു 1-2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ബാലൻസ് ഉണ്ടോ നോക്കണം കേട്ടോ. പിന്നെ മീനിട്ടതിന് ശേഷം നമുക്കിത് ഉപ്പ് ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് പുളിവെള്ളമാണ്. ഞാനിപ്പം ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അതൊരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല ഫ്രൈക്ക് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ് പുളിവെള്ളം. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ. പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ മെയിനായിട്ട് അയിലയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ അയില തന്നെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 അയിലയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പം മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു മസാല മീനിലേക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് മീൻ വേവുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ പണി, വേറെ ഒരു പണിയുമില്ല. അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ ശ്രദ്ധിക്കുക. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കഴിഞ്ഞാൽ ഈ ഒരു മസാല കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 2 അത്യാവശ്യം വലിയ മീനിന് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കറക്റ്റായിരിക്കും. എന്നിട്ട് ഇതാ ഈ ഒരു മസാലയിൽ മീൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മൊരിഞ്ഞും വരും. അപ്പം മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല മീൻ ഫ്രൈ റെഡിയായി. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മസാലയ്ക്കൊന്ന് പൊതിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മീൻ എത്ര ടൈമാണോ വേവേണ്ടത് ആ ഒരു ടൈം വരെ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേണ്ട തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഇട്ടിട്ട് അതിലിങ്ങനെ കിടന്ന് വരളേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ 3-4 മിനിറ്റ് 1-2 മിനിറ്റ് തിരിച്ചും മറിച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡിലൻ മസാല മീൻ ഫ്രൈ റെഡിയായി. നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ്, നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്